നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം കരളിനെ കാർന്ന് തിന്നുന്ന പച്ചമരുന്നുകൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടാക്കുകയും അത് വളരെയധികം ആളുകൾ കാണുകയും ചെയ്തു. അതിന് താഴെ വന്ന പല കമൻസിനകത്തും ഈ ആയുർവേദ മരുന്നുകളും ഒരു ശരിയായ രീതിയിൽ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയല്ലേ ഇതുണ്ടാക്കുന്നത്, എന്താണ് ബാക്കിയുള്ള മരുന്നിനെ അപേക്ഷിച്ചിട്ട് മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾക്കുള്ള പ്രത്യേകത, അതും എല്ലാം ഒരേപോലത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം ഇന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഏരിയയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഡ്രഗ് റെഗുലേഷനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള, അദ്ദേഹം ജർമ്മനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഡോക്ടർ അജീഷ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അജീഷിനെ കൊണ്ട് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡ്രഗ് റെഗുലേഷൻസ് ആണ് മോഡേൺ മെഡിസിനിലുള്ളത്, എന്തൊക്കെയാണ് ഇതര വൈദ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിലുള്ളത്. ആയുർവേദം ഒരു ശാസ്ത്രീയമായ ചികിത്സാരീതി അല്ല എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതായി ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ ത്രിദോഷം, പഞ്ചഭൂതം തുടങ്ങിയവ തികച്ചും അശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. രണ്ടാമതായി ആയുർവേദത്തിൽ കൊടുക്കുന്ന മരുന്നുകൾ അത് നമ്മൾക്ക് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആയുർവേദത്തിന്റെ മരുന്നുകളിലെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെ മനസ്സിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ മോഡേൺ മെഡിസിന്റെ മരുന്നുകൾ സുരക്ഷിതമാണോ എന്നുള്ളത്. നമുക്ക് ആദ്യം മോഡേൺ മെഡിസിന്റെ മരുന്നുകൾ സുരക്ഷിതമാണോ എന്ന് നോക്കാം. മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്, അതിന്റെ ഐസൊലേഷൻ അല്ലെങ്കിൽ അതിന്റെ കണ്ടുപിടുത്തം മുതൽ അത് ഒരു മരുന്നായി മാർക്കറ്റിൽ എത്തുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും വിശദമായി 3 ഭാഗങ്ങളായിട്ട് ലൂസിയുടെ തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. അത് ചുരുക്കി പറയുകയാണെങ്കിൽ അത് മോഡേൺ മെഡിസിനിലെ മരുന്നിൽ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, അത് സെൽ കൾച്ചർ, പിന്നെ ആനിമൽ സ്റ്റഡീസ്, പിന്നെ ക്ലിനിക്കൽ 3 ഘട്ടങ്ങളായിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മാർക്കറ്റിലെത്തുന്നത്. നമുക്ക് ഈ സ്റ്റഡീസിലെല്ലാം കൂടി എന്തൊക്കെയാണ് അവർ കണ്ടെത്തുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച സെൽ കൾച്ചർ സ്റ്റഡീസ്, ആനിമൽ മോഡലിലുള്ള സ്റ്റഡീസ്, ഇതെല്ലാം നടത്തുന്നു. അപ്പം അതിനെ നമ്മൾ പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയും. അവിടെ നമുക്ക് അതിൻ്റെ മരുന്നിൻ്റെ അല്ലെങ്കിൽ ആ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ എഫിക്കസി, ടോക്സിസിറ്റി, ഫാർമക്കോകൈനറ്റിക്സ് എല്ലാം പഠിക്കാൻ പറ്റും. പിന്നെ അതൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ അത് തുടർന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ക്ലിനിക്കൽ ട്രയലിലേക്ക് പ്രവേശിക്കാം. അത് 3 ഘട്ടങ്ങളായുള്ള ഫേസ് 1, 2, 3 എന്നുള്ള ഘട്ടങ്ങളായുള്ള ക്ലിനിക്കൽ ട്രയൽസിൽ പോകുന്നു. അവിടെ വെച്ച് വീണ്ടും ആദ്യം അത് ഹെൽത്തി ആയിട്ടുള്ള ആളുകളിലും പിന്നെ തുടർന്ന് പേഷ്യൻസിലും, ആദ്യം കുറച്ച് നമ്പർ പേഷ്യൻസ് പിന്നെ കൂടുതൽ നമ്പർ പേഷ്യൻസിലും പരീക്ഷിക്കപ്പെടുന്നു. അവിടെ വെച്ച് വീണ്ടും എല്ലാം ഈ എഫിക്കസിയും സേഫ്റ്റിയും എല്ലാം അവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അത് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി അപ്പോഴും മാർക്കറ്റിലുള്ള സമയത്ത് രോഗികൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ലോങ് ടേം എഫക്ട്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ അനലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും ഒരു 12-15 വർഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പം അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ സ്റ്റഡീസും എല്ലാം കഴിയുമ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ കഴിയും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഡേറ്റ നമുക്കുണ്ടാവും, സേഫ്റ്റിയെക്കുറിച്ച്, എഫിക്കസി, ഫാർമക്കോകൈനറ്റിക്സ്, ഫാർമക്കോഡൈനാമിക്സ്, അതുപോലെ മിനിമം ഡോസ് എത്ര വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ സമയത്തിനുള്ളിൽ ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് ആയിരിക്കും. അപ്പോഴേക്കും എന്ന് വെച്ചാൽ ഒരുപാട് ഡേറ്റ നമുക്ക് ആ ഒരു മോളിക്യൂളിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചും എല്ലാം നമുക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ആ സമയത്ത് കിട്ടുന്ന അത്രയും ഡേറ്റ എല്ലാം നോക്കിക്കൊണ്ടാണ് ഓരോ കൺട്രിയുടെയും ഓരോ രാജ്യത്തിൻ്റെയും റെഗുലേറ്ററി ബോഡീസ് ആ മരുന്ന് ആ രാജ്യത്ത് ഇനി അപ്രൂവൽ കൊടുക്കണോ, അവിടെ വിൽക്കാൻ സമ്മതിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ റെഗുലേറ്ററി ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റെഗുലേറ്ററി ബോഡിയുടെ പേരാണ് CDSCO, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അവര് നമുക്ക് ഒരു ആക്ട് ഉണ്ട്, ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. അപ്പൊ അത് പ്രകാരം നോക്കിയിട്ടാണ് ഈ മരുന്നിന് അപ്രൂവൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി ഈ ക്ലിനിക്കൽ ട്രയൽസ് മുതൽ ആ സമയം മുതൽ തന്നെ കാര്യങ്ങളെല്ലാം
മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും റെഗുലേറ്ററി അതോറിറ്റീസ്. അപ്പോൾ ആപ്ലിക്കേഷൻ സമയത്ത് മാത്രമല്ല, ആ ക്ലിനിക്കൽ ട്രയൽ മുതലുള്ള എല്ലാ ഡേറ്റയും അവരെ എപ്പോഴും സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അവർ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയം മുതൽ ഉണ്ടായി വരുന്ന ഒരു പ്രത്യേക ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഉണ്ട്. അതിന് പറയാം കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്നാണ് പറയാം. അപ്പം അത് അല്ലെങ്കിൽ CTD. പണ്ടൊക്കെ അത് പേപ്പർ ആയിരുന്നു. ഇപ്പം അത് ഇലക്ട്രോണിക് ആയി. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ CTD ഇലക്ട്രോണിക് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണുള്ളതെന്ന്, എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ബ്രീഫായിട്ട് നോക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പരിശോധിക്കുന്നത് ഒരു മരുന്നിന് അപ്രൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ എന്നുള്ളത്. നമ്മൾ പറഞ്ഞ ഈ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റിന് 5 ഭാഗങ്ങളുണ്ട്, 5 മൊഡ്യൂൾസ് ഉണ്ട്. ഈ 5 മൊഡ്യൂൾസിന് ആദ്യത്തെ ഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റീജിയണൽ ഇൻഫർമേഷൻ ആണ്. അതായത് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിലുണ്ടാകുക. അത് നമ്മൾ ഈ CTD ഒരു പ്രധാന ഭാഗമല്ല, തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് പ്രധാന ഭാഗങ്ങൾ. അത് രണ്ടാമത്തെ മൊഡ്യൂൾ അത് ഒരു സമ്മറിയാണ്. സമ്മറിയും ഒരു ഓവർവ്യൂവും. അടുത്ത 3 മൊഡ്യൂൾസിനെ കുറിച്ച് 3, 4, 5 മൊഡ്യൂൾസിനെ കുറിച്ചുള്ള ഒരു സംഗ്രഹമാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3, 4, 5 ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾ. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ 3 ക്വാളിറ്റിയാണ്. രണ്ടാമത്തത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ്. അഞ്ചാമത്തെ ഭാഗം അത് ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ്. നമുക്ക് ഇതിൽ ഓരോന്നും വളരെ ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഇപ്പം മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അതിൽ 2 ഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തത് ഡ്രഗ് സബ്സ്റ്റൻസും ഡ്രഗ് പ്രോഡക്റ്റും. ഡ്രഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതിലെന്തെങ്കിലും ഇമ്പ്യൂരിറ്റി വരുമോ, അപ്പം അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ഓരോ ബാച്ചും ഉണ്ടാക്കിയതിന് ശേഷം അത് എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള പാക്കിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ എത്ര കാലം സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെബിലിറ്റി. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ ക്വാളിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും അതിലും ഉണ്ടാവണം. അതുപോലെയാണ് ഡ്രഗ് പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ കയ്യിൽ എത്തുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എല്ലാം കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ആ ഡ്രഗ് പ്രോഡക്റ്റ് എന്നുള്ള ഭാഗം. അതിലും ഇതുപോലെ തന്നെ മാനുഫാക്ചർ, ആരാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ഫോർമുല എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ശരിയായ ഡിസ്ക്രിപ്ഷൻ, മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം. അതുപോലെ അതിന്റെ ക്വാളിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല സ്റ്റെപ്പുകളും വിശദമായിട്ട് കാണിച്ചിരിക്കണം. അതുപോലെ അതും കണ്ടെയ്നർ ക്ലോഷർ സിസ്റ്റത്തിൽ വരുന്നത് നമുക്ക് ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, നമുക്ക് ഒരു പക്ഷേ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഒരു ഓറൽ സൊല്യൂഷനോ ഒക്കെ ആണെങ്കിൽ അതൊരു ബോട്ടിലായിരിക്കും, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആണെങ്കിൽ അതൊരു ബ്ലിസ്റ്ററിലായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടെയ്നർ, അതാണ് ഉദ്ദേശിക്കുന്നത് കണ്ടെയ്നർ ക്ലോഷർ സിസ്റ്റത്തിലൂടെ. അപ്പോൾ അതെങ്ങനെയായിരിക്കും, അതിപ്പം എത്ര കാലം സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് അത് പല ടെമ്പറേച്ചറുകളിൽ, പല ഹ്യൂമിഡിറ്റിയിൽ, പല കാലത്തോളം വെച്ചിട്ട് നോക്കും എത്രത്തോളം സ്റ്റെബിലിറ്റി അതിനുണ്ടെന്നുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇതിന്റെ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എത്ര വർഷം മുതൽ എത്ര വർഷം വരെ ഫ്രം മാനുഫാക്ചറിങ് ഡേറ്റ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റഡീസ് എല്ലാം നോക്കിയിട്ടാണ്. ഇനി വരുന്ന അടുത്ത സെക്ഷനാണ്, അല്ലെങ്കിൽ അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. അത് നോൺ ക്ലിനിക്കൽ സ്റ്റഡിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റഡി, അതായത് സെൽ കൾച്ചറിലും ആനിമൽസിലും ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അവിടെ നോക്കുന്നത് ഫാർമക്കോ ഡൈനാമിക്സ്, അതുപോലെ ഫാർമക്കോ കൈനറ്റിക്സ്. അതിൽ നമ്മുടെ ബോഡി എങ്ങനെയാണ് ആ കെമിക്കലിനെ അബ്സോർബ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് നമ്മൾ മെറ്റബോളൈസ് ചെയ്യുന്നത്, ഇനി അവസാനമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അത് പുറത്ത് കളയുന്നത്, എക്സ്ക്രീഷൻ എങ്ങനെയാണ്, അതുപോലെ മറ്റുള്ള ഡ്രഗ്സുമായിട്ട് ഇന്ററാക്ഷൻസ്. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് കാണിക്കണം. അതിൻ്റെ കൂടെ ടോക്സിക്കോളജി സ്റ്റഡീസ് കാണിച്ചിരിക്കണം. അതുപോലെ ജീനോടോക്സിസിറ്റി, നമ്മുടെ കോശങ്ങൾക്ക് ഇത് എന്തെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ ജനിതക ഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതും, അതുപോലെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും, അതുപോലെ ഇതിന് റീപ്രൊഡക്ഷനിൽ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും റോള് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അതുപോലെ അതിന്റെ ആന്റിജനിസിറ്റി, ഇമ്മ്യൂണോടോക്സിസിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിരിക്കണം. അതിന്റെ കൂടെ അതെല്ലാം പ്രോപ്പറായിട്ട് അതിന്റെ ലിറ്ററേച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കണം. ഇനി അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. ഇത് വളരെ ബൃഹത്തായ ഒരു മൊഡ്യൂളാണ്. അതിന് വളരെ ചുരുക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഹെപ്പാറ്റിക് മെറ്റബോളിസം ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കാണിച്ചിരിക്കണം. അതുപോലെ ഫാർമക്കോ കൈനറ്റിക്സ്, ഫാർമക്കോ ഡൈനാമിക്സ്, ഇത് രണ്ടും നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്.
അത് പ്രീ ക്ലിനിക്കൽ, അതായത് മനുഷ്യരിൽ തന്നെയുള്ള ഡേറ്റയാണ് കാണിച്ചിരിക്കേണ്ടത്. അതുപോലെ എഫിക്കസി, സേഫ്റ്റി ഇതെല്ലാം കാണിച്ചിരിക്കണം. പിന്നെ അതുപോലെ പോസ്റ്റ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ്, അത് മാർക്കറ്റിലായതിനു ശേഷം ഉണ്ടാവുന്ന ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം പോപ്പുലേറ്റ് ചെയ്യപ്പെടും, കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇനി അതെല്ലാം നമ്മൾ ലിറ്ററേച്ചർ കാണിച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി ഈ ഒരു ഡോക്യുമെന്റ് ആ പ്രൊഡക്റ്റ് എത്ര കാലം മാർക്കറ്റിൽ നിലനിൽക്കുന്നുവോ അത്രയും കാലം നിലനിൽക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്, ഈ CTD ഡോക്യുമെന്റ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ മരുന്നിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരാം. അതായത് ഈവൻ അതിന്റെ പുറത്തുള്ള പാക്കറ്റിന് പോലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അതെല്ലാം കൃത്യമായിട്ട് അതോറിറ്റിയുടെ പെർമിഷനോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന്റെ എല്ലാം ഈ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് കിട്ടും നേരത്തെ പറഞ്ഞ കണ്ടെയ്നർ ക്ലോഷർ സിസ്റ്റം, അതിൽ ആ ബ്ലിസ്റ്ററിനോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ബോട്ടിലിനോ പോലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ആ പ്രൊഡക്റ്റിനെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം അതോറിറ്റിയുടെ പ്രോപ്പർ ആയിട്ടുള്ള പെർമിഷനോട് കൂടെ അപ്രൂവലോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒന്നാണ് അതിന് ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പം വരാനുള്ള സാധ്യതയുള്ള ചില സംശയങ്ങളുള്ള മാറ്റങ്ങളാണ് വരുന്നതെങ്കിൽ അത് വീണ്ടും ഒരു പക്ഷേ ഒരു ബയോ ഇക്വലൻസ് ടെസ്റ്റ്, അതായത് ഒരു മിനി ക്ലിനിക്കൽ ട്രയൽ പോലെയുള്ള ഒരു സ്റ്റഡി വീണ്ടും നടത്തിയതിനു ശേഷം മാത്രമേ അത് പിന്നെ മാർക്കറ്റിൽ വരാൻ പറ്റുള്ളൂ. ഇനി ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോഴോ, ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പാരസെറ്റമോൾ പാക്ക് സങ്കല്പിക്കാം. അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പേപ്പർ കാണാൻ പറ്റും. അതിനാണ് പേഷ്യന്റ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്, പാക്കേജ് ഇൻസേർട്ട് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ആ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എല്ലാം രോഗി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ്, ഒരു പേപ്പറാണത്. ഇതുപോലെ തന്നെ ഒരു പേപ്പർ ഡോക്ടേഴ്സിനും കിട്ടും. അപ്പോൾ അതിന് പറയുന്നത് സമ്മറി ഓഫ് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, SMPC എന്ന് പറയും. അപ്പോൾ അതുപോലെ ഡോക്ടർ അറിഞ്ഞിരിക്കേണ്ട, ഈ മരുന്ന് രോഗിക്ക് കൊടുക്കുമ്പോൾ ഡോക്ടർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതിലും രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് രോഗിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ പാക്കേജ് ഇൻസേർട്ടിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. അപ്പം അതിന്റെ കമ്പോസിഷൻ, ആ മരുന്നിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, ആ മരുന്നുകൾ എന്തെല്ലാം രോഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അതിന്റെ ഇൻഡിക്കേഷൻസ്, പിന്നെ ഡോസേജ്, അതുപോലെ ഏത് രീതിയിലാണ് അത് കഴിക്കേണ്ടതോ അല്ലെങ്കിൽ പുരട്ടുന്നുണ്ടതോ എന്തായാലും അതെല്ലാം പറഞ്ഞിരിക്കും. അതുപോലെ സ്പെഷ്യൽ പോപ്പുലേഷൻസ് വല്ലതുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും പീഡിയാട്രിക് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാമോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും. ഇനി അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്, കൂടെ വേറെ എന്തെങ്കിലും വാർണിങ്സ് ഉണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ള മരുന്നുകളുമായിട്ട് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതുപോലെ ഫെർട്ടിലിറ്റി, പ്രഗ്നൻസി, ലാക്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട്, അങ്ങനെയുള്ള അവസ്ഥ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അഡ്വേഴ്സ് റിയാക്ഷൻ സെക്ഷൻ. ഈ ഭാഗത്ത് വളരെ കോമൺ ആയിട്ടുള്ള വരുന്ന അഡ്വേഴ്സ് എഫക്ട്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയിരിക്കും. അത് വളരെ കോമൺ ആയിട്ടുള്ളതാണെങ്കിലും കുറച്ച് കോമൺ ആയിട്ടുള്ളതാണെങ്കിലും വളരെ സാധാരണ കണ്ടുവരാത്തതാണെങ്കിലും ഒക്കെ എഴുതിയിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് തരത്തിലുള്ള രോഗിക്ക് ഏത് തരത്തിലുള്ള മരുന്ന് കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാവുന്ന ഒരു മരുന്ന് ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിൽ കൂടുതൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള മരുന്ന് ഡോക്ടർ തിരഞ്ഞെടുക്കാതിരിക്കാൻ ഉള്ള കാരണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ആണ്. അവർക്ക് അറിയാൻ പറ്റും ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർക്ക് പ്രോപ്പറായിട്ട് മരുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഇൻഫർമേഷൻ സാധിക്കും. അതുപോലെ രോഗിക്ക് അറിയാനും പറ്റും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഡോക്ടറെ അടുത്ത് പോകണം എന്നുള്ള കാര്യം രോഗിക്ക് മനസ്സിലാവും. അതുപോലെ ഒരു സെക്ഷനാണ് ഓവർഡോസ്. ഈ മരുന്ന് നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ ഈ പില്ല് പാക്കേജ് ഇൻസേർട്ടിൽ അല്ലെങ്കിൽ പാക്കേജ് ഇൻസേർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മരുന്നിന് അപ്രൂവൽ കൊടുക്കുന്നത് റെഗുലേറ്ററി അതോറിറ്റി ആണെന്ന്. ഈ റെഗുലേറ്ററി അതോറിറ്റിയുടെ ജോലി മാർക്കറ്റിൽ മരുന്ന് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല. അവരുടെ കീഴിൽ ഒരു ഫാർമക്കോ വിജിലൻസ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരാണ് മാർക്കറ്റിലെത്തി മരുന്ന് എത്തിയതിനു ശേഷം അതിനുണ്ടാകുന്ന സേഫ്റ്റി ഇഷ്യൂസ് എല്ലാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യുകയും അതുപോലെ ആ ഇൻഫർമേഷൻ ഏത് കമ്പനിയുടെ മരുന്നാണോ ആ കമ്പനിക്ക് കൈമാറുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമക്കോ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് പല വഴികളുണ്ട്. ഇപ്പൊ ഇന്ത്യക്കും ഉണ്ട് ഇതുപോലെ ഒരു ഫാർമക്കോ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവർക്ക്
ഡോക്ടേഴ്സിന് നേരിട്ടോ അല്ലെങ്കിൽ ഈവൻ പേഷ്യൻസിന് തന്നെ നേരിട്ടോ ഒക്കെ തന്നെ അവർക്ക് ഈ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഇവൻറ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇൻഫോം ചെയ്യാനുള്ള വഴികളുണ്ട്. ഉദാഹരണമായിട്ട് അവർക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇനി അത് കൂടാതെ ഇംഗ്ലീഷിലോ ഇനി മലയാളത്തിൽ തന്നെ വേണമെങ്കിൽ പൂരിപ്പിച്ച് കൊടുക്കാവുന്ന ഒരു ഫോമുണ്ട് ഈ അഡ്വേഴ്സ് ഇവൻറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റെഗുലേറ്ററി അതോറിറ്റീസ് ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതും പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒക്കെ പറഞ്ഞു. ഇനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് ഇതുപോലെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കും ഇതുപോലെ ഒരു ഫാർമക്കോ വിജിലൻസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫാർമക്കോ വിജിലൻസ് ടീം ഉണ്ടായിരിക്കണം. അവരാണ് റെഗുലേറ്ററി അതോറിറ്റീസിന്റെ അടുത്തുനിന്നും അതുപോലെ പബ്ലിക്കിന്റെ അടുത്തുനിന്നും ഒക്കെ ഈ അഡ്വേഴ്സ് ഇവൻറ്റ്സും സൈഡ് എഫക്ട്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ടെല്ലാം സ്വീകരിക്കുകയും ആ മരുന്നിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ ഈ വരുന്ന മാറ്റങ്ങളെല്ലാം ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാക്കേജ് ഇൻസേർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്യും കൃത്യമായിട്ട്. എന്തെങ്കിലും വാണിംഗ് ആണെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ പാക്കേജ് ഇൻസേർട്ട്. അതുകൂടാതെ കമ്പനികൾ പീരിയോഡിക്കലി സബ്മിറ്റ് ചെയ്യേണ്ട മറ്റൊരു റിപ്പോർട്ടുണ്ട്. അതിന് പറയുന്നത് പീരിയോഡിക് സേഫ്റ്റി അപ്ഡേറ്റ് റിപ്പോർട്ട് എന്നാണ്. അപ്പോൾ അത് ഓരോ പ്രോഡക്റ്റിന്റെയും ഓരോ പീരീഡിലേക്കുമുള്ള മാർക്കറ്റിൽ വന്നിട്ടുള്ള എന്താ പറയുക സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇവൻറ്റ്സ് എല്ലാം രേഖപ്പെടുത്തുകയും അതിൻ്റെ കൂടെ അതിൻ്റെ ബെനിഫിറ്റ് റിസ്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സമർപ്പിക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായും സമർപ്പിക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് കമ്പനിയുടെ ഭാഗത്ത്. നമ്മൾ ഇപ്പോൾ തന്നെ മോഡേൺ മെഡിസിന്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും പേഷ്യന്റ് പ്രൊട്ടക്ഷനെ കുറിച്ചും ഒക്കെ എന്തെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ആയുർവേദ മരുന്നുകളുടെ സേഫ്റ്റിയെ കുറിച്ച് ആലോചിക്കാം. ആയുർവേദത്തിന്റെ കേസിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം ട്രഡീഷണൽ ആയുർവേദ മരുന്നുകളൊന്നും ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ സേഫ്റ്റി ചെക്കുകളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. അവയെല്ലാം ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഡയറ്ററി സപ്ലിമെന്റ്സ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ മരുന്നുകൾക്ക് പ്രീ ക്ലിനിക്കൽ ട്രയൽസോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡീസോ അങ്ങനെ ഒന്നും ഒരു രീതിയിലുള്ള പഠനങ്ങളും നടത്തേണ്ടതില്ല. നമ്മൾ ആലോചിക്കണം, എന്തെല്ലാം ഈ ത്രിദോഷം എന്നോ അല്ലെങ്കിൽ പഞ്ചഭൂതം എന്നൊക്കെ എന്ത് തിയറി പറഞ്ഞാലും നമ്മൾ കഴിക്കുന്ന സാധനം നമ്മളെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അത് പ്രീ ക്ലിനിക്കൽ ട്രയൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ആനിമൽസിൽ മൃഗങ്ങളിൽ പരീക്ഷിക്കുന്ന സമയത്ത് പോലും അതിപ്പോൾ എലികളിലാണെങ്കിൽ പോലും ആ മോളിക്യൂളിനെ കുറിച്ചുള്ള അതുവരെയുള്ള എല്ലാ പഠനങ്ങളെക്കുറിച്ചും അത് എന്തുകൊണ്ട് ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ് എന്നതിനെ കുറിച്ചും എല്ലാം വെച്ചുകൊണ്ട് എത്തിക്സ് കമ്മിറ്റിക്കും അതുപോലെ സയന്റിഫിക് കമ്മിറ്റിക്കും ഒക്കെ അപേക്ഷ സമർപ്പിച്ചിട്ട് അവരെടുത്തുന്ന അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അത് എലികളിൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനിമലിൽ പോലും പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ടെസ്റ്റുകൾ ഇങ്ങനത്തെ ഒന്നും ചെയ്യാതെ ആണ് നമ്മൾ ഈ ആയുർവേദ മരുന്ന് ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നത് എന്നുള്ള കാര്യം. ആയുർവേദം പ്രൊമോട്ട് ചെയ്യുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് മോഡേൺ മെഡിസിനിൽ മൊത്തം കെമിക്കലുകളാണെന്ന്. വെബ്സൈറ്റിൽ നിന്നും അവരുടെ ഒരു ദശമൂലാരിഷ്ടം എന്നുള്ള ഒരു പ്രൊഡക്റ്റിന്റെ അകത്ത് നോക്കുന്ന സമയത്ത് കാണുന്നത് അതിൽ 65 ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു ഇലയിൽ നമുക്കറിയാം, ഒരു ഇലയിൽ തന്നെ അല്ലെങ്കിൽ ഒരു വേരിൽ തന്നെ നമുക്കറിയാം പല തരത്തിലുള്ള കെമിക്കലുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള 65 വ്യത്യസ്ത ചെടികളിൽ നിന്നുള്ള പല ഭാഗങ്ങൾ ചേർത്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ആയുർവേദ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച്, ഉദാഹരണമായിട്ട് ലിവർ ഡാമേജുകളെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഡോക്ടർ അബി ഫിലിപ്സിന്റെ തന്നെ പഠനങ്ങൾ ഇപ്പം ലൂസിയുടെ തന്നെ മറ്റൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. മിക്കവാറും നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ ഒക്കെ മുകളിൽ എഴുതി വെക്കും ദർ ആർ നോ സൈഡ് എഫക്ട്സ് എന്ന്. ഈ സൈഡ് എഫക്ട് നോക്കിയാൽ മാത്രമല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ആയുർവേദം
ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ലിവർ ഡാമേജുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയതായിരിക്കില്ല, മുൻപേ ഉണ്ടാവും, പലർക്കും വന്നിട്ടുണ്ടാവും ഇങ്ങനെയുള്ള അസുഖങ്ങൾ. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജീസ് വരുന്നത്. ഇപ്പോഴാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇതിൻ്റെ അകത്ത്. മുൻപേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. അതുപോലുള്ള മറ്റൊരു വാദമാണ് ഈ ആയുർവേദം പൗരാണികമാണെന്നുള്ളത്. പൗരാണികമായത് നമുക്ക് നല്ലതാണ്, നിലനിർത്താം. പക്ഷേ ചികിത്സയുടെ കാര്യം വരുമ്പോൾ നമുക്ക് പൗരാണികമായത് നിലനിർത്താൻ പറ്റില്ല. കാരണം ആ ചികിത്സയുടെ കാര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളാണ് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ നോക്കേണ്ടത്. ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി തന്നെ ഡോക്ടർ അജീഷ് ഏതാണ്ട് 10-20 മിനിറ്റ് എടുത്തിട്ട് ഏതൊക്കെ ഫോംസ് ആണ് നമുക്കുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൃത്യമായി തിരിച്ചൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ ടോൾ ഫ്രീ നമ്പർ, ഇതുപോലെയുള്ള വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആ വീഡിയോ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന അതിനകത്തുള്ള ലീഫ്ലെറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഫോംസ് അല്ലെങ്കിൽ ഓൺലൈൻ ഫോംസ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായി ഇനി ലൂസിയിൽ കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.